നമസ്കാരം. പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടിയെങ്കിൽ പോലും അടുത്ത സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്താതെ പോയതോടുകൂടി പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി. ജയിലിൽ കഴിയുന്ന പാർട്ടിയുടെ സ്ഥാപകനും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് BTA ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഉമർ അയൂബ് ഖാനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും അസ്ലം ഇഖ്ബാലിനെ പഞ്ചാബ് മുഖ്യമന്ത്രിയായും പാർട്ടി പ്രഖ്യാപിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് നേതാവ് ബാരിസ്റ്റർ അലി സെയ്ഫ് ഈ ഒരു തീരുമാനം ലോകത്തെ അറിയിക്കുന്നത്. പാർട്ടി സ്ഥാപകൻ ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രത്തിലും അതിനോടൊപ്പം പാകിസ്ഥാനിലെ പഞ്ചാബിലും പ്രതിപക്ഷത്തിരിക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് കൂടി അലി സെയ്ഫ് പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെയും പഞ്ചാബ് മുഖ്യമന്ത്രിയുടെയും തെരഞ്ഞെടുപ്പിൽ പാർട്ടി പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തവുമല്ല. തെരഞ്ഞെടുപ്പ് ക്രമക്കേടും അഴിമതിയും ഒക്കെ ആരോപിച്ചുകൊണ്ട് രാജ്യമൊന്നടങ്കം സമാധാനപരമായ ഒരു പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് ഇമ്രാൻഖാന്റെ പാർട്ടി എന്ന റിപ്പോർട്ടുകളും ഒപ്പം വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 265 ദേശീയ അസംബ്ലി സീറ്റുകളിൽ 93 എണ്ണവും PTA നേടിയിരുന്നു. എന്നാൽ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ്, ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ചേർന്നുകൊണ്ട് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനം എത്തിയതാണ് ഇമ്രാൻഖാന് തിരിച്ചടിയായത്. PMLN 75 സീറ്റുകളിലും PPP 54 സീറ്റുകളിലുമാണ് വിജയിച്ചത്. അങ്ങനെ ജയിച്ചുവെങ്കിൽ പോലും അധികാരം വേണ്ട, മറിച്ച് തങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊള്ളാം എന്നുള്ള ഒരു തീരുമാനം ഇമ്രാൻഖാൻ എടുക്കണമെങ്കിൽ തീർച്ചയായും അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും അയൽപക്കത്ത് ഇതുവരെയും പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സർക്കാർ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളെല്ലാം തന്നെ, അയൽ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ കാലാവസ്ഥ വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ മാത്രമേ പാകിസ്ഥാനിൽ ആര് അധികാരത്തിലേറും, ആര് പ്രധാനമന്ത്രി പദത്തിലെത്തും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.